നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ചെറിയൊരു ഡ്രൈവ് പോകാൻ ഇതിലല്ലേ. വീഡിയോ കൂടെ പിടിക്കാനായിട്ടും താങ്ങും തണലായിട്ടും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ആട്ടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഹരിദ്വാറിലെ ഇന്ന് ഫെബ്രുവരി 26 ശിവരാത്രിയാണ്. ഇന്നെനിക്ക് ഒഫീഷ്യൽ ലീവാണ്. പക്ഷെ എൻ്റെ സഹധർമ്മിണിക്ക് ഇന്ന് ലീവില്ല, അവർ ജോലിക്ക് പോയിരിക്കുവാണ്. ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ ബോറടിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഇത്തരം ഒരു ചങ്കൂറ്റം എടുക്കുവാനുള്ള തീരുമാനമെടുത്തത്. കാര്യം ചങ്കൂറ്റമാണോ അതോ വിഡ്ഢിത്തരമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ അതൊക്കെ മനസ്സിലാവും, ചങ്കൂറ്റമാണോ വിഡ്ഢിത്തരമാണോ എന്നുള്ളതൊക്കെ. ഒരു മിനിറ്റ്, സീറ്റ് ബെൽറ്റ് ഇടുവാൻ മറന്നുപോയി. ഐ ആം വെരി സോറി. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരു തുടക്കക്കാരനായ കാരണം ചെറിയ ചെറിയ വിഭ്രാന്തികളും പരിഭ്രമങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ശരിയാക്കിയെടുക്കാം. ചെയ്ത് ഇരിക്കുമ്പോഴല്ലേ നമ്മളതൊക്കെ ശരിയാക്കിയെടുക്കാം. അതായത് നമുക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നിനെ കുറിച്ച് അറിവില്ല, ബുദ്ധിയില്ല, ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ പോകും. ചെയ്ത് കഴിയുമ്പോഴല്ലേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും എന്തൊക്കെ നമ്മുടെ തെറ്റുകളുണ്ട്, എന്തൊക്കെ കോട്ടങ്ങളുണ്ട്, എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ഇതിനൊക്കെ ആയിട്ട് വേണം. എൻ്റെ കയ്യിലൊരു മൊബൈലേ ഉള്ളൂ, സാധാരണ ഒരു ഓപ്പോൻ്റെ മൊബൈൽ. പിന്നെ മോൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരു ട്രൈപോഡ്, അതിൽ കുത്തിയിട്ടാണ് ഇപ്പോൾ കാര്യം ചെയ്യുന്നത്. ട്രൈപോഡിൽ കുത്തിയപ്പോൾ എന്നെ കാണുന്നുണ്ട്, അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ബുദ്ധിമുട്ട് പോയി, ഞാൻ പെട്ടുപോയി. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുള്ള വണ്ടികളൊക്കെ പോയിക്കോട്ടെ. എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കി, അത്ര തന്നെ. ശ്രമം വിജയിച്ചാൽ വിജയിച്ചു, ഇല്ലെങ്കിൽ പോട്ടെ പുള്ളി. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണാരക്കടനും തന്നാലായത് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പിണങ്ങരുത്. നമുക്കിതൊക്കെ ശരിയാക്കാൻ ശ്രമിച്ചു നോക്കാം. എത്രമാത്രം ഇതിൽ നിന്നും സക്സസ് വരും, എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നും അറിയത്തില്ലല്ലോ.
നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ അടുത്ത്, ഞങ്ങളിവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നാഷണൽ ഗെയിംസൊക്കെ അവിടെ നടന്നിരുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ അവരതൊക്കെ അറേഞ്ച് ചെയ്തത്. കേരളത്തിലെ ഒത്തിരി ടീമുകളൊക്കെ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്കും ഗെയിംസ് കാണാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. ഹരിദ്വാർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഡിവൈൻ, ഒരു ഹോളി ഹർക്കിപ്പോടി ഇവിടെ വന്ന് ഗംഗയിൽ കുളിച്ച് പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ അതിനു വേണ്ടി ഇവിടെ വരുന്നുണ്ട്. 2005-ലോ 2004-ലോ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇൻഡസ്ട്രി വന്നത്. 2000-ല് ആ ടൈമിലാണ് ഇവിടെ ഇൻഡസ്ട്രി ഒക്കെ വന്നത്. എന്നാണെങ്കിൽ വളരെ പുറകിൽ നിൽക്കുന്നൊരു സംസ്ഥാനമായിരുന്നു ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശിൽ നിന്നും വേർപെട്ട് ഉത്തരാഖണ്ഡ് ആയതിനു ശേഷം, അതിന് മുമ്പും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ ഇവർക്ക് എക്സൈസ് എക്സംഷൻ സോണെല്ലാം അനുവദിച്ചു കൊടുത്തിരുന്നു ഇൻഡസ്ട്രീസിന്. അന്ന് ഇതുപോലെയുള്ള GST ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് എക്സൈസും വാറ്റും എല്ലാം ആയിരുന്നല്ലോ. അപ്പോൾ എക്സൈസ് എക്സംഷൻ സോണിൽപ്പെട്ട ഉൾപ്പെടുത്തിയ ഒരു സംസ്ഥാനമായിരുന്നു അന്ന് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഒത്തിരി വലിയ MNC ഗ്രൂപ്പുകളും ഒത്തിരി കമ്പനികളും എല്ലാം ഇവിടെ ഓപ്പണായി. അതിനുശേഷം ഇവിടെയുള്ള ഞങ്ങളെല്ലാം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെയൊക്കെ കാടായിരുന്നു, ജംഗലായിരുന്നു. രാജാജി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് ജിം കോർബറ്റ് ടൈഗർ റിസർവോയർ, രാജാജി നാഷണൽ പാർക്ക്, ഇതെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ താമസ സ്ഥലം ഇപ്പോൾ എല്ലാം ആയെങ്കിലും നമ്മുടെ കേരളത്തിൽ പറയുന്ന പോലെ പാവം മൃഗങ്ങളുടെ താമസ സ്ഥലമെല്ലാം നമ്മൾ മനുഷ്യർ താമസ സ്ഥലമായി എടുത്ത് മാറ്റിയില്ലേ. അതിൻ്റെ ഒരു ഗുണം കൊണ്ട് എന്താണ്, അവർക്ക് അവിടെ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ അവരുടെ പഴയ താമസ സ്ഥലമായ ഇവിടേക്കൊക്കെ ഇറങ്ങി വരും. ഇവിടെ മനുഷ്യന്മാരാണ് താമസിക്കുന്നെങ്കിലും കടുവ, പുലി, ആന തുടങ്ങിയ ഒത്തിരി ജീവജാലങ്ങൾ ഇവിടെ ഇപ്പോൾ മനുഷ്യ താമസ വാസസ്ഥലമായ ഈ സ്ഥലങ്ങളിൽ അവർ ഇറങ്ങി നടക്കുന്നുണ്ട്. അവരൊന്നും തെറ്റ് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവരുടെ വാസസ്ഥലം നമ്മുടെ വാസസ്ഥലമാക്കി മാറ്റിയെടുത്തു. അപ്പോൾ ഇടയ്ക്ക് അവർ കൂട്ടത്തോടെ ഇറങ്ങി വരും, ആനകൾ ഇറങ്ങി വരും. ആനകൾക്കൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ, അവരുടെ ആനത്താര എന്ന് പറഞ്ഞ സംഭവം അവർക്ക് പണ്ടേ മുതലുള്ള ആണെങ്കിൽ അതവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും അതവരുടെ ആനത്താര തന്നെയാണ്. എലിഫൻറ്റ് കോറിഡോർ അവരത് മറക്കത്തില്ല. അവർ ആ വഴിയിലൂടെ ഇറങ്ങി നടക്കും. അവിടെ ഇപ്പോൾ ബിൽഡിങ്ങുകൾ വന്നാലും ഫ്ലാറ്റ് വന്നാലും 5 സ്റ്റാർ ഹോട്ടൽ വന്നാലും അവരതിലൂടെ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ സാധാരണ കാണുന്ന സംഭവങ്ങളാണ് റോഡ്സിലെല്ലാം. ചെറിയ മാർക്കറ്റുകളുള്ള റോഡുകളുണ്ടല്ലോ, ചെറിയ റോഡുകൾ, അവിടെയൊക്കെ ആന ഇറങ്ങി വരും. പിന്നെ അവിടെ താമസിക്കുന്ന താമസക്കാർക്ക് അതൊരു പുതിയ സംഭവമല്ല. അവർ സിനിമ കാണുന്നതുകൊണ്ട് അവർക്കൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത്രയും വർഷത്തിനുള്ളിൽ, അതായത് എനിക്ക് ഇത്രയും വർഷത്തിനുള്ളിൽ അത് ഇത്രയധികം യാത്രകളൊക്കെ പോയിട്ടുണ്ട്, കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ഒരു 2 ആഴ്ച മുമ്പ് ഞാനും സഹധർമ്മിണിയും കൂടി ഒരു ഡ്രൈവിന് പോയിട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു കാട്ടാനയെ കാണുന്നത്. അത് റോഡിൻ്റെ ഒരു അരികിലൂടെ വളരെ സമാധാനപൂർവ്വം നടന്നു പോകുന്നു, ഒരു കുഴപ്പമില്ലാതെ.
ഒത്തിരി മാനുകളെയും അങ്ങനെയുള്ള മയിലുകളെയും ഇതെല്ലാം കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയധികം, പറഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചത്. ഡ്രൈവിനിടയിൽ ഒരു കാട്ടാന. അത് നമ്മുടെ വയനാട്ടിലുള്ള സ്ഥലമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ 2005, 2006 ഒക്കെ അവിടെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എവിടെയും കാട്ടാനയെ കാണുമോ, പക്ഷെ അങ്ങനെയുള്ള അവസരമൊന്നും എനിക്ക് അന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ 2025 ആദ്യമായിട്ട് ഡ്രൈവിൻ്റെ ഇടയിൽ, രാത്രിയായിരുന്നു സംഭവം, ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്താണ് അതൊരു ആനയായിരുന്നു എന്ന് മനസ്സിലായത്. വളരെ ശാന്തമായി നടന്നു പോകായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തു പറയാൻ, 2022 ഞാൻ പറഞ്ഞല്ലോ ഈ i20 വൈറ്റ് ആഞ്ചലും കൊണ്ടിട്ട് ഒരു ഡ്രൈവിന്, അതായത് ഫസ്റ്റ് റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ജേർണി, അതായത് ഹരിദ്വാറിൽ നിന്നും കേരളത്തിലേക്ക് 2700 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. സാധാരണ തുടക്കകാലങ്ങളിൽ ഞങ്ങൾ ട്രെയിനിലാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യാറ്. പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി എല്ലാം കിട്ടി തുടങ്ങിയപ്പോൾ അത് ഫ്ലൈറ്റിലായി മാറി. പിന്നെ കാറ് വാങ്ങിച്ചു. അങ്ങനൊരു സിറ്റുവേഷനിൽ നാട്ടിലേക്ക് പോകാനുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ചുമ്മാ അത്രയും വലിയൊരു ഡ്രൈവ് അതുവരെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മോനും വലുതായി. അപ്പോൾ പെണ്ണുമ്പിള്ളയോട് ചോദിച്ചു, എന്താ നമുക്കൊന്ന് ശ്രമിച്ചാലോ, നാട്ടിലേക്കൊന്ന് ഡ്രൈവ് ചെയ്യലോ. അവളൊക്കെ ആയിരുന്നു. അതൊരു വലിയൊരു ധൈര്യമായി മാറി എനിക്ക്. എന്താണെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ, ചെയ്യാം. അതൊരു വലിയ, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ, അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു യൂട്യൂബിൽ ഇങ്ങനെ ഇത്രമാത്രം ഫാമിലീസ് യാത്ര ചെയ്യുന്നുണ്ട്, ഒത്തിരി അഡ്വഞ്ചേഴ്സ് ഉണ്ട്, ട്രാവലേഴ്സ് ഉണ്ട്, ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം അതൊന്നും വലിയതൊന്നുമല്ല. പക്ഷെ നമുക്ക്, അതായത് ഒരു എവറി പേഴ്സൺ ആ സമയത്ത് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ അതൊരു വലിയ കാര്യമല്ലേ. ഫസ്റ്റ് ഡ്രൈവ് എപ്പോഴും ഒരു ലോങ് ഡ്രൈവ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ 2023 ഹരിദ്വാറിൽ നിന്ന് ഗാങ്ടോക്ക് വരെ ഡ്രൈവ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കവർ ചെയ്തത്, അതായത് ഹരിദ്വാറിൽ നിന്ന് തൃശ്ശൂർ വരുമ്പോൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടു, പിന്നെ കേരള. അങ്ങനെയായിരുന്നു ആ ഡ്രൈവ്. പിന്നെ 2023 ഹരിദ്വാർ ടു സിക്കിം ഞങ്ങൾ പ്ലാൻ ചെയ്തു. അത് ഏപ്രിലായിരുന്നു. 2022 ജനുവരിയിലായിരുന്നു ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്, കേരളത്തിലോട്ട്. 2023 ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, പിന്നെ അതിനുശേഷം ബംഗാളിൽ നിന്ന് പിന്നെ സിക്കിം, അത്തരം ആ സ്റ്റേറ്റുകളൊക്കെയാണ് അന്ന് കവർ ചെയ്തിരുന്നത്. പിന്നെ 2024 ഏപ്രിലിൽ ഞങ്ങളിതുപോലെ ഹരിദ്വാറിൽ നിന്നും തൃശ്ശൂരിലേക്ക്, കേരളത്തിലോട്ട് വീണ്ടും ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്തു. ഡ്രൈവ് ഞങ്ങൾ
ഏപ്രിലിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. അപ്പം നമ്മുടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഒക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അതാണല്ലോ കൂടുതൽ നല്ലതെന്ന് തീരുമാനിച്ച് അതിലൂടെ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു, ആ റൂട്ടിലൂടെ. മറ്റേ റൂട്ട് ഞങ്ങൾ പ്രിഫർ ചെയ്തില്ല. അപ്പം അന്ന് അതുപോലെ ആദ്യം ഉത്തരാഖണ്ഡ്, പിന്നെ യു പിക്ക് ശേഷം ഡൽഹിക്ക് ശേഷം രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, പിന്നെ കർണാടക, ഗോവയിലും പോയിരുന്നു ഞങ്ങൾ. ഗോവ, കർണാടക, പിന്നെ കേരളം. അത്തരം ഈ സ്റ്റേറ്റുകളാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രശ്നം എന്തായെന്നുണ്ടെങ്കിൽ ഏകദേശം ജയ്പൂർ വഴിയൊക്കെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം നമ്മുടെ റെസ്റ്റ് റൂംസ് ഉണ്ടായിരുന്നു, ഹോട്ടൽസ് ഉണ്ടായിരുന്നു, ഫുഡിനൊന്നും കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മുംബൈ എക്സ്പ്രസ് വേ ഡിവൈഡ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഴയ നാഷണൽ ഹൈവേ റോഡിലൂടെയൊക്കെ പോകേണ്ടി വന്നു. ലിറ്ററലി ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്താണെങ്കിൽ ഭക്ഷണം ഇല്ല, പിന്നെ റെസ്റ്റ് റൂംസ് ഇല്ല. ഈവനിങ്ങിൽ പിന്നെ അതായത് മോർണിംഗിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ മുളക് ബജി ഇല്ലേ, ആ സംഭവം ഞങ്ങൾ 100 രൂപയ്ക്ക് ഒരു കുറേ കിട്ടിയിരുന്നു രാവിലെ തന്നെ. അത് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ മുളക് ബജിയും വെള്ളം കഴിച്ച് ആ ദിവസം പകൽ മുഴുവൻ ഞങ്ങൾ മൊത്തമായിട്ട് ആ ദിവസം മുഴുവൻ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് വഡോദര എത്തുന്ന വരെ ഒരു കുന്തം കിട്ടിയില്ല. വഡോദര എന്നതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ലഭിച്ചത്. ഭക്ഷണം കഴിക്കാനൊക്കെ വഡോദര നിന്ന് കിട്ടി, റെസ്റ്റ് റൂംസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഡ്രൈവിൽ മുംബൈ സ്ട്രീറ്റ്സ് മുഴുവൻ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. രാത്രി ഒരു 2 മണി നേരത്താണ് മുംബൈയിലെത്തിയത്. അതുകൊണ്ട് സുന്ദരമായ ഡ്രൈവായിരുന്നു, ഒരു തിരക്കുണ്ടായിരുന്നില്ല. മുംബൈ സ്ട്രീറ്റിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളൊരു സ്വപ്നം അങ്ങനെ മുഴുവനാക്കി ആ സമയത്ത്. അതുപോലെ തന്നെ ഗോവയിലെത്തിയപ്പോഴും രാത്രി എന്ന് പറഞ്ഞാൽ പുലർച്ചെ 2 മണി ആ സമയത്താണ് ഗോവയിലെത്തിയത്. അപ്പോൾ ഗോവ ബീച്ചിൽ, കല്ലങ്കാട് ബീച്ചിലും പിന്നെ കോൾവ ബീച്ചിലൊക്കെ പോയി. അതും രാത്രി 2-2:30 സമയത്ത്. ആ സമയത്ത് ആരും ഉണ്ടാവാനാ, കടൽ കാണാനല്ലേ. കടൽ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഒത്തിരി ഡ്രൈവ് എക്സ്പീരിയൻസുകളുണ്ട്. അങ്ങനെ വലിയ ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കൊച്ചു ഡ്രൈവിങ് എക്സ്പീരിയൻസ് വളരെ മനോഹരമായ. സത്യം പറയാലോ, ഇതുവരെ അത് നാട്ടിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പിന്നെ കാറിൽ 2 പ്രാവശ്യം പോന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായ എക്സ്പീരിയൻസിൽ കാറിൽ കിട്ടിയ എക്സ്പീരിയൻസ് ട്രെയിനിലോ നമ്മുടെ ഫ്ലൈറ്റിലോ ലഭിച്ചിട്ടില്ല. വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമുക്ക് ഒത്തിരി സമയം വരെ സംസാരിച്ചിരിക്കാം, എവിടെ വേണമെങ്കിലും നിർത്താം, ഭക്ഷണം കഴിക്കാം, ഉറക്കം വരുമ്പോൾ വണ്ടി ഒരു അരികിൽ ഒതുക്കിയിട്ട് വളരെ മനോഹരമായി കിടന്ന് ഉറങ്ങാം. അരമണിക്കൂറൊക്കെ ഉറങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വളരെ സുന്ദരമായ ഉറക്കമായി. പിന്നെ ഒന്നും ഉറങ്ങണ്ട, പിന്നെ എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്യാം. അടുത്ത ഉറക്കം വരുമ്പോൾ അടുത്ത ഒരു അരികിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്താം, പിന്നെ ഡ്രൈവ് ചെയ്യാം. പിന്നെ ഇത്തവണത്തെ അതായത് 2024 ഡ്രൈവിൽ ഒരു ഉപകാരം കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ മകന് ലൈസൻസ് കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾ മാറി ഓടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഉപകാരം കൂടി ലഭിച്ചു അതിൽ. എന്തായാലും ഇത്തരത്തിലൊരു റിസ്ക്, അതായത് ഇത്തരത്തിലൊരു അഹങ്കാരം എടുക്കാനുള്ള ഒരു തീരുമാനം,
അത് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് മനോഹരമായി ചെയ്യാൻ സാധിക്കണേ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ വളരെ ബോറിംഗ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ. എന്താണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വീഡിയോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീഡിയോ ഒരു പക്ഷേ എന്താ പറയുക, ഞാൻ ട്രൈപോഡിൽ പിടിച്ചിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഭാവിയിലുള്ള ഒരു ഡ്രൈവിലും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഡ്രൈവിലല്ല, ഭാവിയിലുള്ള റെക്കോർഡിങ്ങിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ നന്നായി പഠിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ലതായ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനും നല്ല ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുമായിരിക്കും. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും, എങ്ങനെ വീഡിയോയിൽ വരും, ഏത് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാരണം ഒരു തൻ്റെയുടെ കുറവ്, ആ തൻ്റെയുടെ കുറവിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാലം ചെയ്തിരുന്നില്ല. ഒരു തൻ്റെയൊക്കെ ഇങ്ങനെ വന്ന് ചുമ്മാ അങ്ങോട്ട് ശ്രമിച്ചങ്ങോട്ട് ഇട്ട് നോക്കാം. വളിപ്പാണെങ്കിൽ വളിപ്പ്, നല്ലതാണെങ്കിൽ നല്ലത്. ഏതായാലും നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അല്ലേ. വെറുതെ ഒരു തൊപ്പിയൊക്കെ വെച്ച് മറ്റേ കണ്ണടയൊക്കെ വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് പെട്ടതല്ലേ. പിന്നെ കണ്ണടയൊക്കെ വെച്ച് അടിപൊളി ഒരു രജനീകാന്ത് ലുക്കിൽ, അണ്ണൻ ലുക്കിലൊക്കെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് എങ്ങനെ നമ്മുടെ ഒരു ചമ്മലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് പണി കിട്ടിയത്. അത് ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണില്ലല്ലോ. കണ്ണട വെച്ചില്ലെങ്കിൽ മറ്റേ കണ്ണട എന്ന് പറഞ്ഞാൽ അതൊരു അണ്ണൻ ലുക്കിന് വെച്ചതാ. അതങ്ങോട്ട് മാറ്റി വെച്ചു. അതിനൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഇതെണ്ണ വെച്ച് ചെയ്യാം, വേറെ ഒന്നും കുറയ്ക്കൊന്നുമില്ലല്ലോ. തൊപ്പി വെച്ചത് പെട്ടെന്നല്ല കാണിക്കണ്ടെന്ന് വെച്ചാൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ എന്ത് ഉള്ള മുടിയെല്ലാം കാണിക്കാൻ പറ്റുമോ? ഒത്തിരി യൂട്യൂബേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. ഒത്തിരി പേരെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതായത് ആദ്യമായി ഞാൻ കണ്ടത് ഒരു കാനഡ ടു ഡൽഹി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ ആയിരുന്നു, ട്രാവലിംഗ് വീഡിയോ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ പാരീസിൽ വെച്ചിട്ട് ഡൽഹി ടു ലണ്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിസ്റ്റർ ജയ്സ്വാൾ, ബാക്ക് പാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡൽഹി ടു ലണ്ടൻ എല്ലാം ഞാൻ കണ്ടു. സ്കോർപിയോ എന്നിലുള്ള ഡ്രൈവായിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ മനോഹരമായ ട്രാവൽ അഡ്വഞ്ചറായിരുന്നു അത്. പിന്നെ അദ്ദേഹം ഓസ്ട്രേലിയ ട്രിപ്പ് വെച്ചിരുന്നു. അദ്ദേഹത്തിന് സ്കോർപിയോന് ഓസ്ട്രേലിയയിൽ വരെ എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷെ നല്ലൊരു റോഡ് ട്രിപ്പായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് നാട്ടിലെ യൂട്യൂബേഴ്സിൽ നമ്മുടെ പുത്തേറ്റ് ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയുടെ നിതീഷിൻ്റെ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് അവർ ട്രക്ക് ഓടിക്കുന്ന ഒരു ജലജ, പിന്നെ അവരുടെ ഹസ്ബൻഡ് എത്ര മനോഹരമായിട്ട് അവർ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് തരാറ്. എങ്ങനെ സാധിക്കുന്നു? നമോ നാദം, നമിച്ചു. വെരി ഗുഡ്, സൂപ്പർ. അവരുടെ 2 മക്കളും കൂടെ ഉണ്ട്. പിന്നെ അനിയൻ്റെ ഭാര്യയുടെ കുട്ടി,
ഒത്തിരി കുട്ടികൾ, പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും രതീഷിൻ്റെ അമ്മയും അവരും കൂടിയിട്ട് ഒരുമിച്ചൊരു ഹരിദ്വാർ ട്രിപ്പ് ഞാൻ ഫോളോ ചെയ്തിരുന്നു. വളരെ മനോഹരം, സൂപ്പർ. എന്തായാലും അപ്പോൾ അവരെ മുന്നിലൊക്കെ നമ്മളൊന്നുമല്ല. നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നു, അവർ ചെയ്ത് കാണിച്ചിരുന്നു. നമ്മൾ ആലോചിച്ചിരിക്കുന്നു, അവർ ചെയ്ത് കാണിച്ചിരുന്നു. എന്തായാലും ഞാൻ കൊച്ചി ഡ്രൈവ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കുറച്ച് സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചി ഡ്രൈവ് നടത്തി തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വണ്ടി റിവേഴ്സ് ചെയ്തിട്ട് പാർക്ക് ചെയ്യുകയാണ് ഞാൻ. അകത്ത് പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഇടാത്തതെന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ താമസിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലത്തായിരുന്നു. പാവങ്ങൾ അവിടെ ആവാസ സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളാണുള്ളത്. അങ്ങനെ ഇവിടെ വാനരന്മാരുടെ ഒരു പട ഒത്തിരി വരാറുണ്ട്. അവരുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള താഴേക്ക് ചാടും, വണ്ടിയുടെ മേലേക്ക് ചാടും. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, വണ്ടി ചിലപ്പോൾ ഇറങ്ങിയൊക്കെ കിട്ടും. അതിൻ്റെ മുകളിൽ നിന്ന് അവർ ഉള്ള ഫുഡൊക്കെ ഇടുന്ന അടിക്കും. അപ്പോൾ വൃത്തികേടാവും. അങ്ങനെ ആ വൃത്തികേടിൽ നിന്ന് മാറാനായിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാരെല്ലാവരും കാറ് ഇടുന്നത് പുറത്താണ്. അതാകണ്ട, ഇങ്ങനെയാണ് പാർക്കിങ്ങിന് ചെയ്യുന്നത്. അവരകത്ത് പാർക്ക് ചെയ്യാനേ ഇടുന്നില്ല. അപ്പോൾ ശരി, എൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് ഒരു പക്ഷെ നല്ലതാവാതിരിക്കാം, എന്തെങ്കിലും തുടക്കമല്ലേ, അങ്ങോട്ട് പോട്ടെ. നമുക്കടുത്ത് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. നന്നാവുമ്പോൾ നമുക്കൊന്നുകൂടി നന്നായി ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ വരുന്നതിന് മുമ്പ്, അതായത് ഞാൻ ഇന്ന് പറഞ്ഞു ഫെബ്രുവരി 26-ാം തീയതിയാണ്, ശിവരാത്രിയാണ്, എനിക്കിന്ന് മുടക്കാണ്. ഈ മുടക്ക് ലീവ് കിട്ടിയത് കൊണ്ട് കുറച്ച് സമയം കിട്ടി. പിന്നെ ഭാര്യയും കുട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി സമയമുണ്ട്. ബോറടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചങ്കൂറ്റത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാണ്. അടുത്ത വീഡിയോ ഞാനിതുപോലെ എപ്പോൾ റെക്കോർഡ് ചെയ്തിടും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഇട്ടാലും. എന്തായാലും ഒരു യൂട്യൂബർ ആവാൻ ആലോചിച്ച് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഈ ചങ്കൂറ്റം വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അതുവരേക്കും സുലൈ, ദി ട്രാവലർ 2255. താങ്ക് യു.